അതിനുശേഷമാണ് 1977 കാലഘട്ടങ്ങളിലാണ് അഹമ്മദി പാർട്ടി രംഗത്ത് വരുന്നത്. അദ്ദേഹത്തിന്റെ കുടുംബത്തിനെതിരായിട്ട് പോലും 1968 ഞങ്ങളുടെ പാർട്ടി നേതാക്കൾ കൂടെ പ്രസംഗിക്കേണ്ടി വന്നിട്ടുണ്ട്. അന്ന് ചില പ്രത്യേക കാരണം കൊണ്ട് എന്തോ ചില കാര്യങ്ങളുണ്ട്, എനിക്കത് മുഴുവൻ ഓർമ്മയില്ല. അദ്ദേഹത്തിന്റെ പിതാവിനെതിരായിട്ട് പോലും ഞങ്ങൾ ഇവിടെ നേതാക്കൾ പ്രസംഗിച്ച ഞാനത് അത്ര തന്നെ മുതിർന്നിട്ടില്ല. അതിനുശേഷം അദ്ദേഹം പടിപടിയായി നമ്മുടെ പ്രസ്ഥാനത്തിൽ വരികയാണ്. ആ പടിയാടിയായി പ്രസ്ഥാനത്തിൽ വന്ന് അദ്ദേഹത്തെ വളർത്തിക്കൊണ്ടുവരുന്നതിന് എല്ലാ പരിശ്രമങ്ങളും ഈ പഞ്ചായത്തിലുള്ള മുഴുവൻ പാർട്ടി സഹാക്കൾ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തെ സംബന്ധിച്ച് ഞങ്ങൾ ആരും അധിക്ഷേപവും ചെയ്തിട്ടില്ല. എങ്കിലും അദ്ദേഹം പറഞ്ഞു, ഞാൻ ഭൂപട ബാങ്കിൽ നിന്ന് ഓണറേറിയം എടുത്തതിന്റെ ഫലമായി തെറ്റായ പ്രചരണം നടത്തി അഴിമതിക്കാരനായി ചിത്രീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അന്നപ്പോ മനം നൊന്തുകൊണ്ടാണ് അദ്ദേഹം രാജിക്കത്ത് എഴുതി കൊടുത്ത് 10 ദിവസത്തോളം വനവാസത്തിന് പോയി എന്ന് അദ്ദേഹം തന്നെ പറയുന്നു. എനിക്ക് അതിന്റെ സത്യത്വമൊന്നും അറിയില്ല. പക്ഷെ എന്റെ സുഹൃത്ത് ഒരു അനിയനെ പോലെ സ്നേഹിച്ചിരുന്ന, അദ്ദേഹം എന്നെ ജ്യേഷ്ഠ സഹോദരനെ പോലെ സ്നേഹിച്ചിരുന്ന ആ മനുഷ്യനെ എന്റെ പാർട്ടിയിലേക്ക് കൊണ്ടുവരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായി. ഞാൻ നിരന്തരം അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി നിരന്തരം ബന്ധപ്പെടുകയും ഞങ്ങൾ തമ്മിലുള്ള സ്നേഹബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം എന്റെ നിർബന്ധത്തിന് വഴങ്ങുകയുണ്ടായി. അതിനുശേഷം എന്റെ സഹാക്കൾ, ഏരിയ കമ്മിറ്റിയിലുള്ള സഹാക്കളും അതുപോലുള്ള ഉത്തരവാദപ്പെട്ട ഉയർന്ന സഹാക്കൾ, പാലോളി അടക്കമുള്ള ഉയർന്ന സഹാക്കൾ ബന്ധപ്പെട്ടതിന്റെ പേരിൽ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം തിരിച്ചു വന്നത്. പക്ഷെ ഒന്നാം തീയതി അദ്ദേഹം പറഞ്ഞതെന്താ, അന്ന് എനിക്ക് തിരിച്ചു വരാൻ മോഹമുണ്ടായിരുന്നില്ല, ആഗ്രഹമുണ്ടായിരുന്നില്ല. പക്ഷെ എന്നെ നിർബന്ധിച്ചു കൊണ്ടുവന്നു. നാടൻ നായനെ കയറിട്ട് കുളിപ്പിക്കാൻ കൊണ്ടുവന്ന മാതിരി പിടിച്ചുകൊണ്ടുവന്നാണല്ലോ അതിന്റെ അർത്ഥം. ഞങ്ങളതല്ല, അദ്ദേഹത്തെ പോലെ സഖാവ് വളർന്നു വരണം. ഈ നാട്ടിലെ ജനങ്ങളുടെ സാധാരണക്കാരായ പട്ടികജാതിക്കാരനെയും പിന്നോക്ക വിഭാഗക്കാരനെയും കൈപിടിച്ചുയർത്തുന്നതിനു വേണ്ടി അവരുടെ അവകാശ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ കഴിവുള്ള ഒരു സഖാവിനെ വളർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നത്, അല്ലാതെ അദ്ദേഹത്തിനല്ല. അപ്പൊ അദ്ദേഹം പ്രസംഗിച്ചത് വളരെ ദുഃഖകരമായ ഒരു അനുഭവം എനിക്ക് തോന്നി. അന്ന് ഞാൻ പോകേണ്ടതായിരുന്നു, പക്ഷെ എന്റെ മനസ്സിൽ വന്നപ്പോഴും എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. വളരെ വേദന തോന്നുന്നത്. വീണ്ടും അദ്ദേഹം 10-17 കൊല്ലക്കാലം നമ്മുടെ പാർട്ടിയുടെ നേതൃനിരയിൽ നിന്ന് പ്രവർത്തിച്ചു. ഈ നേതൃനിരയിൽ നിന്ന് പ്രവർത്തിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ വാക്കുകൾ ഞങ്ങൾ വളരെ മാന്യമായിട്ട് തന്നെ സ്വീകരിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ഓരോ പരസ്പരം സഹോദരങ്ങളെ പോലെ ഇടപെട്ടുകൊണ്ട് ഞാൻ വളരെയധികം ഏറ്റവും ഇവിടെയുള്ള വളയിലുള്ള ഏത് സഹാക്കളെക്കാളും ഏറ്റവും അടുത്ത ബന്ധമുള്ള ആളാണ് ഞാൻ. ഞങ്ങൾ പരസ്പരം എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യുന്ന ആളാണ്. അപ്പൊ അങ്ങനെയുള്ള അദ്ദേഹം പോകുന്നത് വളരെ സങ്കടമായിരുന്നു. അതുകൊണ്ട് തന്നെ അതിനുശേഷം ഉണ്ടായ സംഭവങ്ങളൊന്നും എനിക്കറിയില്ല. ഏതായാലും ഉയർന്ന കമ്മിറ്റിയിൽ പോകുമ്പോൾ അവിടെ നിന്ന് നടക്കുന്ന കാര്യങ്ങളും ഞങ്ങൾക്കറിയില്ല. അതിനുശേഷം ഈ സമ്മേളനം കഴിഞ്ഞു, ഏരിയ സമ്മേളനം കഴിഞ്ഞു. ഏരിയ സമ്മേളനത്തിൽ എന്ത് നടന്നോ, ഏരിയ സമ്മേളന പ്രതിനിധിയായതുകൊണ്ട് ഏരിയ സമ്മേളനത്തിൽ നടന്ന കാര്യങ്ങൾ എനിക്കറിയാം. പക്ഷെ അദ്ദേഹം അന്ന് ചർച്ച ചെയ്തപ്പോ 1-ാം തീയതി പറഞ്ഞ കാര്യങ്ങൾ ഏരിയ സമ്മേളനത്തിൽ നടക്കാത്ത ചില കാര്യങ്ങൾ പറഞ്ഞു. പക്ഷെ എന്റെ സഹോദരനായിട്ടുള്ള അദ്ദേഹം അങ്ങനെ വെറും കോൺഗ്രസുകാരുടെ കയ്യടിക്ക് വേണ്ടി സത്യവിരുദ്ധമായ പ്രവർത്തനമാണ് ഈ ഖേദം തോന്നുന്നത്. കാരണം നമുക്ക് രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്ക് മാറുന്ന അദ്ദേഹത്തിന്റെ വ്യക്തി വേണ്ട. പക്ഷെ ഇല്ലാത്ത കാര്യങ്ങൾ കുറെ അദ്ദേഹം പറയും. എനിക്ക് എന്തായാലും അത്തരം കാര്യങ്ങളൊന്നും ഇന്നുവരെ ഞാൻ അങ്ങനെ നുണ പറയേണ്ട എന്നൊക്കെ തീരുമാനിച്ച ഒരാളാണ്. പരമാവധി അതൊന്ന് ഒഴിവ് നിൽക്കട്ടെ. അദ്ദേഹം സമ്മേളനം കഴിഞ്ഞ ഉടനെ അദ്ദേഹം ഭാര്യയായിട്ട് പോകുന്നു, വീട്ടിലേക്ക് പോന്നിട്ട് പിന്നെ 2 ദിവസമായിട്ട് ഞങ്ങൾക്ക് ബന്ധപ്പെടാനൊന്നും കഴിഞ്ഞില്ല. അദ്ദേഹം പിന്നെ ഹൈദരാബാദിലേക്ക് പോയി. 27-ാം തീയതി എനിക്കും ഹൈദരാബാദിൽ പോകേണ്ട ആവശ്യമാണ്. ഞാൻ 3-ാം തീയതി തിരിച്ചു വരുള്ളൂ. അപ്പൊ 26-ാം തീയതി മാതൃഭൂമി പത്രത്തിലൊരു വാർത്ത കണ്ടു. ആ വാർത്ത കണ്ട ഉടനെ ഞാൻ അദ്ദേഹത്തിനെ വിളിച്ചു. പക്ഷെ അദ്ദേഹത്തിനെ കാലത്ത് തൊട്ട് വിളിച്ചിട്ട് എനിക്ക് കിട്ടില്ല. ഉച്ചയ്ക്ക് 2 മണിക്കൂറായിട്ട് എനിക്ക് കിട്ടിയത്. അപ്പൊ ഞാൻ അങ്ങനെ ഒരു വാർത്ത വന്നിട്ടുണ്ടല്ലോ തന്നെ സംബന്ധിച്ചിട്ട്, എനിക്ക് വാർത്ത അറിയില്ല എന്ന് പറഞ്ഞു. എന്നാൽ ശരി, നമുക്ക് നേരിട്ട് സംസാരിക്കാം. ഞാനിങ്ങനെ നാളെ ഹൈദരാബാദിൽ പോകണം, 3-ാം തീയതി വരും, തിരിച്ചു വരാം. ഞാൻ 3-ാം തീയതി 27-ാം തീയതി ഹൈദരാബാദിൽ പോയി, കുടുംബസമേത ഹൈദരാബാദിൽ പോയി. 3-ാം തീയതി തിരിച്ചു വരാം. ആ തിരിച്ചു വരുന്നതിന്റെ ഉള്ളിൽ നിരന്തരമായി അദ്ദേഹത്തെ ബന്ധപ്പെട്ടു, എന്റെ പാർട്ടി നേതാക്കളുമായും ബന്ധപ്പെട്ട് നിരന്തരം ബന്ധപ്പെടുകയും അദ്ദേഹത്തിനെ പാർട്ടിയിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിനുള്ള ശ്രമം ഹൈദരാബാദിൽ നിന്ന് തുടങ്ങി. പക്ഷെ എന്റെ
ഉത്തരവാദപ്പെട്ട പാർട്ടി സഹാക്കൾ പറഞ്ഞു, നിങ്ങൾ വന്നതിന് ശേഷം ഞങ്ങൾ സംസാരിക്കാം. നിങ്ങൾ വരാതെ ഞങ്ങൾ പോയി സംസാരിച്ചാൽ ചിലപ്പോ എന്താ അദ്ദേഹം പറയാൻ അറിയില്ല. ദയവായിട്ട് നിങ്ങൾ വരുന്നവരെ വെയിറ്റ് കാത്തിക്കണം. ശരി, എന്തായാലും എനിക്കാണല്ലോ കൂടുതൽ ബന്ധം. അതുകൊണ്ട് ഞാൻ വളരെ ഉരുകയായിരുന്നു ഹൈദരാബാദിൽ. എനിക്ക് അവിടെ പോയ പ്രത്യേക കാര്യത്തിനാണ് പോയത്. പക്ഷെ വേഗം ഇവിടെ എത്താനായിട്ട് വളരെ ബുദ്ധിമുട്ടു. ഞാനും സുബൈദയും കൂടി 3-ാം തീയതി രാത്രി അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി. അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയിട്ട് കുറെ കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ പ്രയാസങ്ങളൊക്കെ പറഞ്ഞു. അപ്പോഴും ഞാൻ പറഞ്ഞു, തന്നെയും എന്നെയും ഒക്കെ വളർത്തിക്കൊണ്ടുവന്ന് നമ്മുടെ അമ്മയെപ്പോലെ നമ്മുടെ പ്രസ്ഥാനമാണ്. കൃഷ്ണൻകുട്ടിയെ കൃഷ്ണൻകുട്ടിയാക്കി വളർത്തിക്കൊണ്ടത് ഈ പാർട്ടിയാണ്. അമ്മയെപ്പോലെ ഒരു പാർട്ടിയാണ്. അമ്മ ഒരു കുട്ടിയെ വളർത്തണമെങ്കിൽ എത്രത്തോളം കഷ്ടപ്പാടുണ്ടെന്ന് ഓരോ അമ്മമാർക്കറിയാം. ആ വളർത്തിക്കൊണ്ടുവരുന്ന അമ്മയെ തള്ളി പറയാൻ കഴിയുന്നു. സഹോദരങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടാവാം. അമ്മയുടെ മക്കളായ സഹോദരങ്ങൾ തങ്ങളോട് തെറ്റ് ചെയ്തിട്ടുണ്ടാവാം. ഞാനൊന്നും തന്നോട് തെറ്റിയിട്ടില്ലല്ലോ. അപ്പൊ ദയവ് ചെയ്ത് തിരിച്ചു വരണം എന്ന് വളരെ വിനയത്തോടുകൂടി പറഞ്ഞു. അദ്ദേഹം അപ്പൊ കർക്കശമായി പറഞ്ഞു, ഞാൻ എന്റെ മനസ്സ് നിന്ന് പോയിരിക്കുന്നു, നിങ്ങൾ ദയവ് ചെയ്ത് ഉപദ്രവിക്കരുതെന്നാണ് പറഞ്ഞത്. പക്ഷെ ഞാൻ ഒരു സഹോദരനെ പോലെ കണക്കാക്കുന്നതുകൊണ്ട് വീണ്ടും വീണ്ടും അപേക്ഷിച്ചു. വീണ്ടും ഞങ്ങൾ ഏരിയ കമ്മിറ്റിയിലുള്ള ആളുകളായിട്ട് കൊണ്ടുവന്നു. പിന്നെ നിരന്തരം ഞങ്ങൾ ബന്ധപ്പെട്ടിരുന്നു. പിന്നെ അദ്ദേഹത്തിന് ബന്ധുക്കളായിട്ടുള്ള ചില സഹാക്കളുമായിട്ട് സംസാരിച്ചു. പിന്നെ നമ്മുടെ വാപ്പുമായിട്ട് ബന്ധപ്പെട്ട് പ്ലാന്തോട് അദ്ദേഹത്തിനായിട്ട് വെച്ച് സംസാരിച്ചു. അതിനുശേഷം സംസാരിക്കാൻ പറ്റാവുന്ന ആളുകളോട്ടൊക്കെ സംസാരിച്ചു. എ കെ ബാലൻ ജില്ലാ സമ്മേളനത്തിന് മുമ്പ് എ കെ ബാലൻ സംസാരിച്ചു. ഇതെല്ലാം കഴിഞ്ഞ് സംസാരിച്ച് ഞങ്ങൾ അവസാനത്തെ 2 ചർച്ചയുടെ മുമ്പേ ആ ചർച്ചയിൽ നക്ഷത്രയിൽ വെച്ചിട്ട ചർച്ച ഞാനും ഗോപാലകൃഷ്ണനും മുരളിയും മുൻ ഏരിയ സെക്രട്ടറി ഇപ്പൊ ജില്ലാ കമ്മിറ്റി മെമ്പറായുള്ള എൻ ഉണ്ണീഷൻ, വിനയൻ, ആവുമഞ്ഞു ഞങ്ങൾ അവിടെ ഇരുന്ന് സംസാരിച്ചത് അതുവരെ അദ്ദേഹം കാര്യമായ ഡിമാൻഡുകളൊന്നും പറഞ്ഞിരുന്നില്ല. 1-ാം തീയതി സംസാരിച്ചപ്പോൾ പറഞ്ഞത് എന്താ വെച്ചാൽ, ഞാൻ അവരോട് ഡിമാൻഡ് വെക്കാൻ തീരുമാനിച്ചു എന്നാണ്. അപ്പോ എന്തായാലും ആ ദിവസം ഞങ്ങൾ ചർച്ച ചെയ്തപ്പോ 2 കാര്യങ്ങൾ പറഞ്ഞപ്പോ അദ്ദേഹം പാർട്ടി നേരെവാനല്ലേ വിചാരിച്ച് ഞങ്ങളത് സംസാരിക്കണമെന്ന് ആലോചിച്ചു. അപ്പോ അവിടെ കൂടിയിരുന്ന ആളുകൾ 2 കാര്യം പറഞ്ഞു. മുരളിയെ ഏരിയ കമ്മിറ്റിയിൽ എടുക്കണം, 2 സഹാക്കളോടൊന്ന് തിരിച്ചെടുക്കണം. നമുക്ക് ചെയ്യാൻ കഴിയാവുന്നത്ര കാര്യം നമ്മൾ ചെയ്യാം. അപ്പൊ മുരളി പറഞ്ഞ് എരന്ന് വാങ്ങിയ സീറ്റ് എനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞു. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് മുരളിയുടെ പ്രശ്നം അവിടെ തീർന്നു. കഷ്ടകാലത്ത് ഞാൻ പറഞ്ഞത് ഇന്ന പ്രശ്നം അവിടെ പരിഹരിച്ചില്ലേ. പിറ്റേ ദിവസം അദ്ദേഹം എന്നെ ഫോണിൽ വിളിച്ചു പറഞ്ഞു, മുരളി അതിൽ താല്പര്യം എടുക്കുന്നില്ല, അതുകൊണ്ട് മുരളിയുടെ കാര്യം വിട്ടു. അപ്പൊ ഞാൻ ധരിച്ചു ഈ മറ്റേ പ്രശ്നം തീർന്നു. അതാണ് ഞാൻ അദ്ദേഹം തിരിച്ചു വരലോട് വലിയൊരു സന്തോഷത്തിലാണ്. അതാണ് ഗോപാലകൃഷ്ണനും ആ വിഡ്ഢിത്തരം വളർത്തിയത്. അല്ലാതെ ഞങ്ങൾ മനഃപൂർവ്വം അദ്ദേഹത്തെ ചതിക്കാനോ വഞ്ചിക്കാനോ അല്ലെങ്കിൽ മറ്റു രൂപത്തിലില്ല. ഞങ്ങൾ വളരെ സന്തോഷത്തിലായിരുന്നു. അപ്പൊ വെളിയിലത്തെ 2 പ്രശ്നവും പറഞ്ഞു തീർന്നാൽ പിന്നെ മുരളിക്ക് അത്ര താല്പര്യമില്ലാത്തൊരു വിഷയം എന്തിനും പിന്നെ ചർച്ച ചെയ്യുന്നതെന്നാണ് ആലോചിച്ചത്. അപ്പൊ ഞാൻ തന്നെ നിർദ്ദേശം വെച്ച് നമുക്ക് എല്ലാ സെക്രട്ടറി എടുത്ത് വെച്ച് നമുക്ക് സംസാരിക്കാം എന്ന് പറഞ്ഞ് പിരിയുകയും ആ സംസാരിക്കുന്ന 21-ാം തീയതി സംസാരിക്കാൻ വെച്ചത് അദ്ദേഹം ആ സംസാരത്തിന് തയ്യാറായില്ല. അദ്ദേഹത്തിന് ഒഴിവില്ല എന്ന് പറഞ്ഞു. ഞങ്ങളൊക്കെ വിളിച്ചപ്പോൾ ഒഴിവില്ലാണ്. 21, 22, 23 ഒഴിവില്ലാണ്. അപ്പൊ ഞാൻ ഏരിയ കമ്മിറ്റിയുമായി ബന്ധപ്പെടുകയും ജില്ലാ സെക്രട്ടറിയുമായിട്ട് ബന്ധപ്പെടുകയും ഫലമായി ജില്ലാ സെക്രട്ടറി നേരിട്ട് അദ്ദേഹത്തെ വിളിച്ചു. 24-ാം തീയതി നമുക്ക് ചർച്ച ചെയ്യാൻ വേണ്ടി. ആ 24-ാം തീയതി ചർച്ച ചെയ്യാൻ വിചാരിച്ചപ്പോൾ ഞങ്ങൾ വളരെ സന്തോഷിച്ച് അവിടെ വെച്ചാൽ ഈ ഒരു ചെറിയ പ്രശ്നമല്ലല്ലോ, പരിഹരിക്കാൻ കഴിയും. അദ്ദേഹം പാർട്ടിയിലേക്ക് തിരിച്ചു വരും. അദ്ദേഹം പാർട്ടിക്ക് തിരിച്ചു വരുന്നത് നമ്മുടെ വളയൂരിന്റെ പാർട്ടിക്ക് ഗുണകരമാണ്. അദ്ദേഹം കഴിഞ്ഞ കാലങ്ങൾ ഈ പാർട്ടിക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്ത ആളാണ്, പാർട്ടിയെ വളർത്തിയ ആളാണ്. അപ്പൊ ഞങ്ങൾക്ക് അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തെ സംബന്ധിച്ചറിയാം. അതുകൊണ്ട് തന്നെ അദ്ദേഹം വരണമെന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി ആഗ്രഹിച്ചു.